നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. MLS-ൻ്റെ പ്ലേ ഓഫ് ബെസ്റ്റ് ഓഫ് 3-ലെ അവസാന മത്സരത്തിൽ നാളെ ഇന്റർ മയാമി നാഷ്വിൽ FC-ക്കെതിരെ കളിക്കുകയാണ്. ജയിച്ചേ പറ്റൂ. ആദ്യ കളി മയാമി ജയിച്ചെങ്കിലും രണ്ടാം കളി നാഷ്വിൽ FC വിജയിച്ചതുകൊണ്ട് ഈ കളി ആര് ജയിക്കുന്നുവോ അവരാണ് മുന്നോട്ട് പോകുക, അല്ലാത്തവർക്ക് പുറത്തേക്ക് പോകാം. അതുകൊണ്ട് തന്നെ ഇന്നാണ് മത്സരം. നമുക്ക് പക്ഷേ സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 6:30 ഈ കളി ആരംഭിക്കുക. അപ്പോൾ ഈ മത്സരത്തിന് ലൂയിസ് സുവാരസ് ഇല്ല. സുവാരസിന് കഴിഞ്ഞ കളിയിൽ ഒരു ചവിട്ടി എന്നും പറഞ്ഞുകൊണ്ട് സസ്പെൻഷൻ കൊടുത്തിരിക്കുകയാണ്. ഇതിലെ വൈചിത്രം എന്താണെന്ന് വെച്ചാൽ ആ കളിക്ക് അവിടെ റെഫറി ഉണ്ടായിരുന്നു, വാറും ഉണ്ടായിരുന്നു. വാറിനും റെഫറിക്കും ഒന്നും അതൊരു റെഡ് കാർഡ് കൊടുക്കാനുള്ള സംഭവമായിട്ട് തോന്നിയില്ല. അങ്ങനെ തീർന്ന വിഷയമാണ്. പക്ഷേ കളിയൊക്കെ കഴിഞ്ഞിട്ട് റെഫറിങ് നടത്തി MLS അധികൃതർ സുവാരസിനെ സസ്പെൻഡ് ചെയ്തു. അതിനെതിരെ അപ്പീൽ കൊടുത്തെങ്കിലും അപ്പീൽ തള്ളിപ്പോയി. മണിക്കൂറുകൾക്കത് തള്ളിപ്പോയി. വല്ലാത്ത വേഗത്തിലാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഇത് വളരെ വിചിത്രമാണ്, അത് തർക്കമില്ല. അതാണ് ഇപ്പോൾ ഹവിയർ മഷറാനോ മാധ്യമങ്ങളോട് പറയുന്നത്. നാളത്തെ കളിക്ക് മുന്നോടിയായിട്ട്, അല്ല ഇന്നത്തെ കളി, നാളെ നമുക്ക് ഇന്ത്യൻ സമയം നാളെയാണെങ്കിൽ പോലും കളിക്ക് മുന്നോടിയായിട്ട് അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നു, ഞങ്ങൾ MLS-ൻ്റെ ഈ തീരുമാനം അംഗീകരിക്കുന്നു. പക്ഷേ ഇത് വളരെ വിചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം കളി നിയന്ത്രിക്കാൻ റെഫറിമാരുണ്ടായിരുന്നു, അവിടെ വാറും ഉണ്ടായിരുന്നു. അവരൊന്നും ഇതൊരു സാങ്ഷൻ കൊടുക്കേണ്ട, റെഡ് കാർഡ് കൊടുത്ത് വിലക്കി പുറത്താക്കേണ്ട സംഭവമായിട്ട് അവരൊന്നും ഇതിനെ കണ്ടിട്ടില്ല. എന്നാൽ MLS റൂൾസ് ഇങ്ങനെയൊക്കെയാണ്. ഞങ്ങൾ എന്തായാലും ഇത് മറ്റുള്ള ടീമുകൾക്കും ബാധിക്കും, എല്ലാവരെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യും എന്ന് ഞങ്ങൾ അങ്ങ് കരുതുകയാണ്. ഞാനൊരു MLS ഹിസ്റ്റോറിയനൊന്നുമല്ല, സോ എനിക്കറിയില്ല ഇതിനു മുമ്പ് ഇങ്ങനെ MLS-ൽ പ്ലേ ഓഫ് ഗെയിമിന് ശേഷം ഒരാളെ ഇങ്ങനെ ബാൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അപ്പീൽ കൊടുത്തതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് ക്ലബ്ബ് ഈ സുവാരസിൻ്റെ സസ്പെൻഷനിൽ അപ്പീൽ കൊടുത്തിട്ടില്ല, അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. പക്ഷേ പ്ലെയർ അപ്പീൽ സ്വയം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിത്തിൻ അവേഴ്സ് ഡിസിഷൻ തിരികെ വന്നു, അപ്പീൽ ഡിനൈഡ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതാണ് അവസ്ഥ എന്നുകൂടി അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു. ഏതായാലും ഇന്നത്തെ മത്സരം ലിയോ മെസ്സിയുടെ മികവിൽ അവർ വിജയിക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ്. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.